ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ ഡേയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കഴിച്ച കുറച്ച് സാധനങ്ങൾ ഒന്ന് ഓടിച്ച് കാണിക്കുകയാണ്. നമ്മുടെ മുറ്റത്തെ പ്ലാവിലെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയാണിത്. ഇത് അടിപൊളി ചക്കയാണ്, നല്ല മധുരമാണ്, ഭയങ്കര വലിപ്പം വയ്ക്കില്ല, പക്ഷേ സാധനം നല്ല ടേസ്റ്റാണ്. ഇത് വല്ലാതെ ഉറപ്പും ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്ക് വെട്ടിയാൽ കിട്ടും. പിന്നെ ഇത് നമ്മളൊരു 3-4 ദിവസമായി നമ്മളിത് പൊട്ടിച്ച് വെച്ചിട്ട് അത് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഈ സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് കേട്ടോ, അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളിതാ അത് മുറിച്ചെടുത്തിട്ടുണ്ട്, ചുളയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര വിളഞ്ഞില്ല വല്ലാതെ, ഇതിന് നമ്മളെ കൈയൊന്നും ഭയങ്കരമായിട്ട് നാശമാവില്ല ഈ ചക്ക റെഡിയാക്കിയാൽ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സാധനം ഈ ചക്കയാണ്. നല്ല അടിപൊളി ചക്ക, നല്ല കളറുമാണ്, നല്ല ഭംഗിയുള്ളൊരു മഞ്ഞയാണ്. തോജു ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഈ ചക്ക കഴിക്കുന്നത്. അവൻ അത്യാവശ്യം കഴിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചക്ക വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് ഏലക്കായൊക്കെ ഇട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ പൊടിച്ച് ചേർത്തിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു അമ്മായിയുടെ സ്പെഷ്യലാണ്. ചക്കച്ചുള കുരു കളഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മിക്സ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ പഞ്ചസാരയും തേങ്ങയും ഏലക്കൊക്കെ കൂടി ചേർന്ന മിക്സ്. എന്നിട്ട് അതിനെ നമ്മൾ മൈദപ്പൊടി കുറച്ച് കട്ടിയായിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ അതൊക്കെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ സാധനം ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു മധുരം, ചക്കയുടെ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് നന്നായി ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഈ കൂട്ടന്നെ ഈ പഞ്ചസാരയിൽ മിക്സ് ചെയ്ത ഈ സാധനം തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മൈദ ഒന്നും കൂടി ലൂസ് ബാറ്റർ ആക്കിയിട്ട് അത് നമ്മളൊരു പാനിൽ പരത്തി ഒരു ദോശ പോലെ ചുട്ടിട്ട് അത് ചൂടോടുകൂടി തന്നെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ സെയിം ഈ പഞ്ചസാര ഈ തേങ്ങ മിക്സ് അതിൽ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഉരുട്ടുക. ചെറിയ ചൂടിൽ തന്നെ ചെറുതായിട്ട് റോൾ ചെയ്യാം. നല്ല റോൾ ചെയ്തിട്ട് ഇതിന് പല പേരുണ്ട് നമ്മുടെ നാട്ടിൽ കേട്ടോ. നമ്മുടെ നാട്ടിലൊരു ഫണ്ണി പേരെന്താണെന്ന് വെച്ചാൽ മയ്യത്തപ്പം എന്നാണ് കേട്ടോ. അത് എങ്ങനെയാണ് പേര് വന്നതെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ പറയുന്നത് ഏലാഞ്ചി, പിന്നെ ഈ മൈദ റോള് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പേര് മയ്യത്തപ്പം എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള പേരാണ് കേട്ടോ, എല്ലായിടത്തും ഒന്നും ഇങ്ങനെയൊന്നുമല്ല. പക്ഷേ സാധനം ടേസ്റ്റിയാണ്, ചൂടോട് കൂടിയിട്ട് തണുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് സ്പെഷ്യൽ ഉള്ളത് ചെമ്മീൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് മുഴുവനൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഇത് ദമ്മിടാൻ പോകുന്ന സമയത്തുള്ള ചെമ്മീൻ ബിരിയാണിയുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളുടെ സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നത് ഈ കപ്പലണ്ടിയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ നടലക്കടല തീരെ കിട്ടില്ലല്ലോ, ഇനി പൊളിച്ച് കഴിക്കുന്നത്. ഇത് വറുത്തിട്ടുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇത് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഞാനൊരു പിടി എടുത്തതെന്നേ ഉള്ളൂ. നല്ല പാകമായിരുന്നു, വറവൊക്കെ നല്ല പാകമായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലെ കടല. അപ്പോൾ ഈ സ്പെഷ്യൽ സാധനങ്ങളായിരുന്നു നമുക്ക് ഇന്നുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഈ കപ്പലണ്ടി കഴിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ചായ കുടിച്ചത് കേട്ടോ. കപ്പലണ്ടി ഇങ്ങനെ വറുത്ത പാടെ ഇതാ ചൂടോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ട് കഴിച്ചു. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അത്രയേ ഉള്ളൂ വീഡിയോ.